ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മിസ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നതും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഡെയിലി നമ്മളൊരു 10-15 അല്ലെങ്കിൽ 20 സെൻറ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, നമ്മൾ സെന്റൻസ് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ ഗ്രാമറും കൂടി പറയാണ്. പക്ഷെ ഞാനിവിടെ ഗ്രാമർ ആയിട്ടല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്താ പറയുന്നത്, നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ വരാനിരിക്കുന്ന സമയത്ത് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെമ്മറിയിൽ വന്നു ചേരും അല്ലെ. അപ്പൊ നമുക്ക് അതോടൊപ്പം തന്നെ ഗ്രാമറും കൂടി പഠിക്കാം കേട്ടോ. ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഞാൻ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയില്ല. ഇത് കഴിഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇങ്ങനെ പറയാം, ഐ ഡിഡ്ന്റ് കുക്ക് ടുഡേ. ഐ ഡിഡ്ന്റ് കുക്ക് ടുഡേ. ഇന്ന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല. എനിക്കിപ്പോൾ നല്ല വിശപ്പില്ല. എനിക്ക് ഇപ്പോൾ നല്ല വിശപ്പില്ല അല്ലെ. ഈ ഒരു സമയത്ത് പറയുന്ന കാര്യമാണ്. സോ നമ്മൾ എങ്ങനെ പറയാ, ഐ എം നോട്ട് വെരി ഹംഗ്രി റൈറ്റ് നൗ. ഐ എം നോട്ട് വെരി ഹംഗ്രി റൈറ്റ് നൗ. എനിക്ക് ഇപ്പോൾ നല്ല വിശപ്പില്ല. നല്ല വിശപ്പില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് വെരി ഹംഗ്രി എന്ന് പറയുന്നത് കേട്ടോ. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഇതും നമുക്ക് ഇപ്പം നടക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഓക്കെ, ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിത്തിങ്. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഈറ്റിംഗ് എനിത്തിങ്. എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല. ഓക്കെ, ഈ ഭക്ഷണം ഒട്ടും രുചിയില്ല. ദിസ് ഫുഡ് ഡസന്റ് ടേസ്റ്റ് ഗുഡ് അറ്റ് ഓൾ. അറ്റ് ഓൾ ഒട്ടും എന്നാണ്. അപ്പോൾ ദിസ് ഫുഡ് ഡസന്റ് ടേസ്റ്റ് ഗുഡ് അറ്റ് ഓൾ. ഈ ഭക്ഷണം ഒട്ടും രുചിയില്ല. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു അല്ലെ. എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എനിക്ക് കഴിയുന്നില്ല. ഐ കാൺട്ട് കുക്ക്. ഐ കാൺട്ട് കുക്ക്. ഇനി പറയുകയാണെങ്കിൽ എനിക്ക് ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിലോ, ഐ കാൺട്ട് കുക്ക് ഫുഡ് റൈറ്റ് നൗ. ഐ കാൺട്ട് കുക്ക് ഫുഡ് റൈറ്റ് നൗ. ഓക്കെ, ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിക്കാറില്ല. ആ ഒരു പതിവ് എനിക്കില്ല എന്നാണ്. ഐ ഡോണ്ട് ഈറ്റ് റെസ്റ്റോറൻറ്റ് ഫുഡ്. ഐ ഡോണ്ട് ഈറ്റ് റെസ്റ്റോറൻറ്റ് ഫുഡ്. ഞാൻ ഹോട്ടൽ ഭക്ഷണം കഴിക്കാറില്ല. അപ്പൊ നമ്മൾ ശീലങ്ങൾ പറയുമ്പോഴാണ് നമ്മൾ ഡോണ്ടും ഡെസിന്റെ ഒക്കെ യൂസ് ചെയ്യുന്നത്. ഡോണ്ട് പ്ലൂറലിന്റെ കൂടെ യൂസ് ചെയ്യും, ഡസിന്റെ സിംഗുലറിന്റെ കൂടെ യൂസ് ചെയ്യും. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഓക്കെ, എനിക്ക് ചായ കുറച്ച് മതി അല്ലെ. എനിക്ക് ചോറ് കുറച്ച് മതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. എനിക്ക് ചായ കുറച്ച് മതി. എ ലിറ്റിൽ ടീ ഈസ് ഇനഫ് ഫോർ മീ. എ ലിറ്റിൽ ടീ ഈസ് ഇനഫ് ഫോർ മീ. എനിക്ക് ചായ കുറച്ച് മതി. ഈ ചായ മധുരമില്ല. എങ്ങനെ പറയാ, ഈ ചായ മധുരമില്ല. ദിസ് ടീ ഈസിന്റ് സ്വീറ്റ്. ദിസ് ടീ ഈസിന്റ് സ്വീറ്റ്. ഈ ചായ മധുരമില്ല. എനിക്ക് ചായ ഇഷ്ടമില്ല. എനിക്ക് ചപ്പാത്തി ഇഷ്ടമില്ല. എനിക്ക് ചോറ് ഇഷ്ടമില്ല എന്നൊക്കെ പറയാറുണ്ട്. ഇതെങ്ങനെ പറയാ, ഐ ഡോണ്ട് ലൈക്ക് ടീ. എനിക്ക് ചായ ഇഷ്ടമില്ല. ചായയിൽ മധുരമില്ലാതെ എനിക്ക് പറ്റില്ല. ഇങ്ങനെ പറയാറുണ്ട് അല്ലെ. ചായയിൽ മധുരമില്ലാതെ എനിക്ക് പറ്റില്ല. ഇതെങ്ങനെ പറയാ, എനിക്ക് പറ്റില്ല. ഐ കാണ്ട് ആണ്. ഐ കാണ്ട് ഡ്രിങ്ക് ടീ വിത്തൗട്ട് ഷുഗർ. ഐ കാണ്ട് ഡ്രിങ്ക് ടീ വിത്തൗട്ട് ഷുഗർ. പഞ്ചസാര ഇല്ലാതെ ചായ എനിക്ക് പറ്റില്ല എന്നാണ്. അപ്പൊ ഇല്ലാതെ, കൂടാതെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തൗട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല. ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഞാൻ ഇന്ന് ഒന്നും കഴിച്ചിട്ടില്ല. നെഗറ്റീവ് സെന്റൻസ് ആണല്ലോ. കഴിച്ചിട്ടില്ല. ഐ ഹാവിന്റ് ഈറ്റൺ എനിത്തിങ് ടുഡേ. ഐ ഹാവിന്റ് ഈറ്റൺ എനിത്തിങ് ടുഡേ. എനിക്ക് കുറച്ച് വിശക്കുന്നു എന്ന് പറയുകയാണെങ്കിലോ, എനിക്ക് കുറച്ച് വിശക്കുന്നു. ഐ എം ഫീലിംഗ് എ ലിറ്റിൽ ഹംഗ്രി. ഐ എം ഫീലിംഗ് എ ലിറ്റിൽ ഹംഗ്രി. എനിക്ക് കുറച്ച് വിശക്കുന്നു. നമ്മൾ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയാറുണ്ട് അല്ലെ. ഇപ്പം വേണോ എന്നൊക്കെ ചോദിക്കുമ്പം വേണ്ട, എനിക്ക് വയറ് നിറഞ്ഞു എന്ന് പറയാറുണ്ടല്ലോ. ഐ എം ഫുൾ. എന്താ പറയാ, ഐ എം ഫുൾ. ഓക്കെ, എനിക്കിപ്പോൾ കഴിക്കണ്ട അല്ലേ. ചിലപ്പോൾ വിശപ്പില്ലാത്ത സമയത്ത് നമ്മൾ പറയാറുണ്ട്, എനിക്കിപ്പോൾ കഴിക്കണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് നൗ. ഐ ഡോണ്ട് വാണ്ട് ടു ഈറ്റ് നൗ. എനിക്കിപ്പോൾ കഴിക്കേണ്ട. ഓക്കെ, ഭക്ഷണം നല്ല ചൂടാണ് അല്ലെങ്കിൽ വളരെ ചൂടാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നല്ല ചൂടുള്ള ഭക്ഷണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, ഈ ഭക്ഷണം നല്ല ചൂടാണെന്ന് പറയാറുണ്ട്. ദിസ് ഫുഡ് ഈസ് ടു ഹോട്ട്. ദിസ് ഫുഡ് ഈസ് ടു ഹോട്ട്. ഈ ഭക്ഷണം വളരെ രുചികരമാണെന്ന് പറയാറുണ്ടല്ലോ. ഭക്ഷണം വളരെ രുചികരമാണ്. ദിസ് ഫുഡ് ഈസ് ഡിലീഷ്യസ്.
ദിസ് ഫുഡ് ഈസ് ഡിലീഷ്യസ്. ഇനി ഈ ഫുഡ് വളരെ തണുപ്പാണെന്നും പറയാറുണ്ട് അല്ലെ. ദ ഫുഡ് ഈസ് ടു കോൾഡ് എന്ന് പറയാം. ദ ഫുഡും പറയാം, ദിസ് ഫുഡ് എന്നും പറയാം കേട്ടോ. ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനാവശ്യത്തിന് ഉപ്പില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ ഭക്ഷണത്തിന് ആവശ്യത്തിന് ഉപ്പില്ല എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാ? ഈ ഭക്ഷണത്തിന് ആവശ്യത്തിനുള്ള ഉപ്പില്ല. There isn't enough salt in this food. ഈ ഫുഡിൽ ആവശ്യത്തിന് ഉപ്പില്ല എന്ന് പറയാറുണ്ട്. ഓക്കെ, ഇനി അതിൽ ഉപ്പ് കൂടിയാലും നമ്മൾ പറയാറുണ്ട്. ഈ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലാണെന്നും പറയാറുണ്ടല്ലോ. ഈ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലാണ്. അതെങ്ങനെ പറയാ? There is too much salt in this food. There is too much salt in this food. ഈ ഭക്ഷണത്തിൽ ഉപ്പ് കൂടുതലാണ്. ഞാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കുകയാണ്. ഞാൻ ഇപ്പോൾ ചായ ഉണ്ടാക്കുകയാണ് അല്ലെ. ഇപ്പം ചെയ്യുന്നൊരു കാര്യമാണ്. ഐ എം മേക്കിംഗ് ടീ നൗ. ഐ എം മേക്കിംഗ് ടീ നൗ. ഈ ടീന് പകരം നമുക്ക് എന്താണോ നമ്മൾ ഉണ്ടാക്കുന്നത് അത് നമുക്ക് അവിടെ ആഡ് ചെയ്ത് പറയാം കേട്ടോ. ഐ എം മേക്കിംഗ് ടീ നൗ ഓർ ഐ എം മേക്കിംഗ് കറി നൗ അല്ലെങ്കിൽ ഐ എം മേക്കിംഗ് ബിരിയാണി നൗ. ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ചായ തയ്യാറായി അല്ലെ, ചോറ് തയ്യാറായി, കറി തയ്യാറായി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ ചായ തയ്യാറായി. ദ ടീ ഈസ് റെഡി. ദിസ് ടീ ഈസ് റെഡി. ഞാൻ എൻ്റെ ഒരു ശീലം പറയാണ്. ഞാൻ എല്ലാ രാവിലെയും ചായ കുടിക്കും. ഞാൻ എല്ലാ രാവിലെയും ചായ കുടിക്കും അല്ലെങ്കിൽ ചായ കുടിക്കാറുണ്ട് അല്ലെ. എല്ലാ ദിവസവും രാവിലെയും ചായ കുടിക്കും എന്നാണ്. ഓക്കെ, ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. രാവിലെയാണ്, അതുകൊണ്ട് എവറി മോർണിംഗ് എല്ലാ രാവിലെയും ഞാൻ ചായ കുടിക്കാറുണ്ട് അല്ലെങ്കിൽ എല്ലാ രാവിലെയും ഞാൻ ചായ കുടിക്കും എന്നാണ്. അതുകൊണ്ട് തന്നെ ഐ ഡ്രിങ്ക് ടീ എവറി മോർണിംഗ്. ഇനി അത് അവൾ എന്നുള്ളൊരു സബ്ജക്റ്റ് ആണെങ്കിൽ ഷീ ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ് എന്ന് വേണം പറയാനായിട്ട് കേട്ടോ. അതിന്റെ റൂൾസ് ഒക്കെ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്, നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം. എങ്ങനെ പറയാ? എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം അല്ലേ. ഇതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ പറയും? ഐ പ്രിഫർ കോഫി ടു ടീ. ഐ പ്രിഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനേക്കാളും കൂടുതൽ ഇഷ്ടത്തെ നമ്മൾ പറയുന്നതിനാണ് ഈ പ്രിഫർ യൂസ് ചെയ്യുന്നത്. ഐ പ്രിഫർ കോഫി ടു ടീ. എനിക്ക് ചായയേക്കാൾ കാപ്പിയാണ് ഇഷ്ടം. ഞാൻ ഉച്ചഭക്ഷണം ഉണ്ടാക്കുകയാണ്. നേരത്തെ നമ്മൾ ചായ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഇനി ഞാൻ ഉച്ചഭക്ഷണം ഉണ്ടാക്കുകയാണ്. ഐ എം കുക്കിംഗ് ലഞ്ച്. ഐ എം കുക്കിംഗ് ലഞ്ച്. ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നില്ല. എങ്ങനെ പറയാ? അത് നമ്മുടെ ഒരു ഫീലിംഗ് ആണല്ലോ. എങ്ങനെ പറയാ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ഒരുപാട് സെന്റൻസ് പറഞ്ഞു. അതിനിടയിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നതാണ്. ഇന്ന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ തോന്നുന്നില്ല. കഴിക്കാൻ തോന്നുന്നില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അപ്പൊ ഉണ്ടാക്കാൻ തോന്നുന്നില്ല എങ്ങനെ പറയാം? താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ്. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം, നമുക്ക് ഒരുമിച്ച് പോകാം, നമുക്ക് ഒരുമിച്ച് ഉറങ്ങാം. ഇങ്ങനെ പറയാറുണ്ട്. ലെറ്റ്സ് ഈറ്റ് ടുഗദർ. ലെറ്റ്സ് ഈറ്റ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നു അല്ലേ. നമ്മളൊരു ഫീലിംഗ് ആണ്. എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നു. ഐ എം ക്രേവിംഗ് സംതിങ് സ്വീറ്റ്. ഐ എം ക്രേവിംഗ് സംതിങ് സ്വീറ്റ്. എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നു. ഭക്ഷണം തണുത്തു പോയി എന്ന് പറയാറുണ്ട് അല്ലെ. ഭക്ഷണം തണുത്തു പോയി. The food has gone cold. The food has gone cold. ഭക്ഷണം തണുത്തിട്ടുണ്ട് അല്ലെങ്കിൽ തണുത്തു പോയി. ഓക്കെ, ചായ തണുത്തു പോയി എന്ന് പറയുകയാണെങ്കിൽ, അതായത് ചായ തണുത്തിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ the tea has gone cold. ഓക്കെ, the tea has gone cold. ഭക്ഷണം ഇപ്പോഴും ചൂടുണ്ട് എന്ന് പറയാറുണ്ട് അല്ലെ. രാവിലെ എങ്ങാനും ഉണ്ടാക്കിയ ഭക്ഷണമാണ്, പക്ഷെ ഇപ്പോഴും ചൂടുണ്ടെന്ന് പറയാറുണ്ടല്ലോ. ഭക്ഷണം ഇപ്പോഴും ചൂടുണ്ട്. The food is still hot. The food is still hot. ഭക്ഷണം ഇപ്പോഴും ചൂടുണ്ട്. ഞാൻ ഇന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടില്ല. അതായത് ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഐ സ്കിപ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ഇങ്ങനെയൊക്കെ പറയാട്ടോ. നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പം ഐ ഡിഡ്ന്റ് ഈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ നമുക്ക് ഇങ്ങനെയും പറയാം. ഐ സ്കിപ്ഡ്. നമ്മൾ സ്കിപ്പ് ചെയ്തൊരു സംഭവമാണല്ലോ. അപ്പം ഐ സ്കിപ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ. ചായ ഒന്നും ബാക്കിയില്ല എന്ന് പറയാറ്. ദർ ഈസിന്റ് എനി ടീ ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എന്നുള്ളതാട്ടോ. പല മീനിങ്ങും നമ്മൾക്ക് ഇംഗ്ലീഷിൽ വരാനുണ്ട്. ഓരോരോ വേർഡ്സിന്റെയും പല പല മീനിങ്ങുകളാണ് വരിക. ദർ ഈസിന്റ് എനി ടീ ലെഫ്റ്റ്. ചായ ഒന്നും ബാക്കിയില്ല. പഞ്ചസാര തീർന്നു പോയി. അതായത് നമ്മുടെ പഞ്ചസാര തീർന്നു പോയി എന്ന് പറയാറുണ്ടല്ലോ. വി ആർ ഔട്ട് ഓഫ് ഷുഗർ. എനിക്ക് കുറച്ച് ചായ ഒഴിച്ചു തരൂ എന്ന് പറയാറുണ്ടല്ലോ. എനിക്ക് കുറച്ച് ചായ ഒഴിച്ചു തരൂ, ദയവായി
ഒഴിച്ചു തരൂ എന്ന് പറയുമ്പോൾ പ്ലീസ് പോർ മീ സം ടീ. പ്ലീസ് പോർ മീ സം ടീ. എനിക്ക് കുറച്ച് ചായ ഒഴിച്ചു തരൂ. ഞാൻ രാത്രി വൈകി ഭക്ഷണം കഴിക്കാറില്ല. ഞാൻ രാത്രി വൈകി ഭക്ഷണം കഴിക്കാറില്ല. ഐ ഡോണ്ട് ഈറ്റ് ലേറ്റ് അറ്റ് നൈറ്റ്. ഐ ഡോണ്ട് ഈറ്റ് ലേറ്റ് അറ്റ് നൈറ്റ്. ഞാൻ രാത്രി വൈകി ഭക്ഷണം കഴിക്കാറില്ല. ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഭക്ഷണം ഏകദേശം തയ്യാറായി. മുഴുവനായിട്ടുള്ള ഭക്ഷണം ഏകദേശം തയ്യാറായി. ദ ഫുഡ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ദ ഫുഡ് ഈസ് ഓൾമോസ്റ്റ് റെഡി. ചോറ് ഇതുവരെ വെന്തിട്ടില്ല. എങ്ങനെ പറയാ? ചോറ് ഇതുവരെ വെന്തിട്ടില്ല. റൈസ് ഈസിന്റ് കുക്ക്ഡ് യെറ്റ്. അപ്പോ ഇത്രയും സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് അല്ലെ? ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നാണ്. അപ്പൊ ഇവിടെ സെന്റൻസ് ഇതാണ്. ഇത് നിങ്ങൾ ഫിൽ ചെയ്യുക കേട്ടോ. ഐ ഡേഷ് ഈറ്റിംഗ് നൗ. ഐ ഡേഷ് ഈറ്റിംഗ് നൗ. ഞാൻ ഇപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഈസ്, ആറ്, ആം. ഇവിടുത്തെ ഓക്സിലറി ആണ് നിങ്ങൾ കാണേണ്ടത്. അപ്പൊ ഇങ്ങനെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഏത് ഇംഗ്ലീഷ് അറിയാത്തവർക്കും ഗ്രാമറും അതുപോലെ സെന്റൻസ് മേക്കിങ്ങും കൂടി പഠിച്ചു വരാനായിട്ട് പറ്റും. അപ്പം ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ്. ഐ ഡേഷ് ഈറ്റിംഗ് നൗ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി തരാം. ഈ ഗ്ലാസ്സിലെ വെള്ളം ഞാൻ കുടിച്ചു. ഈ ഗ്ലാസ്സിലെ വെള്ളം ഞാൻ കുടിച്ചു. സെന്റൻസ് ഇതാണ്. ഐ ഡേഷ് വാട്ടർ ഇൻ ദിസ് ഗ്ലാസ്. ഐ ഡേഷ് വാട്ടർ ഇൻ ദിസ് ഗ്ലാസ്. ഈ ഗ്ലാസ്സിലെ വെള്ളം ഞാൻ കുടിച്ചു എന്നാണ്. അപ്പൊ ഇവിടെ പോയിരിക്കുന്നത് വെർബാണ് നിങ്ങൾ കാണേണ്ടത്. ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക് ഏതാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻസും ഫസ്റ്റിൽ ഒരു സെന്റൻസുമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് ചോദിക്കുക. മാത്രമല്ല നമ്മുടെ മുമ്പത്തുള്ള വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.